ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹാപ്പി ന്യൂ ഇയർ. ജനുവരി മാസത്തിലെ ആദ്യത്തെ വീഡിയോ ആണിത്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഈ വീഡിയോ എന്ന് പറയുന്നത്, ഈ ഡിസംബറിൽ ഞങ്ങൾ ഒരു 1 ഡേ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അത് പോയത് ഒമാനിലെ മസ്കറ്റിനടുത്തുള്ള ഫഞ്ച എന്നൊരു ചെറിയ ഗ്രാമത്തിലെ ഫഞ്ച ഹെറിറ്റേജ് ഹൗസ് എന്ന് പറയും, അവിടെയാണ് പോയത്. വളരെ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഒരുപാട് സന്തോഷം ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ ഒമാനിൽ അടുത്തൊക്കെ ഉള്ളവർ ഇത് പോയി കാണാൻ ശ്രമിക്കുക. വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമായത് ഈ ഒരു റൂമാണ്. അതായത് പഴയ കാലത്തെ പുരാതന വസ്തുക്കൾ എന്നൊക്കെ നമ്മൾ പറയും. അതായത് പുരാതന വസ്തുക്കൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു മുറി. അതായത് പുറത്തുനിന്ന് ഇവിടെ കാണാൻ വരുന്ന ആളുകൾക്ക് വളരെ ആസ്വദിക്കുന്ന തരത്തിലേക്ക് അത് അവർ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഈ ഫഞ്ച എന്ന് പറയുന്നത് ഒരു ഗ്രാമമാണ് ശരിക്കും. അവിടുത്തെ ചരിത്രപരവും സാംസ്കാരികപരവുമായ പൈതൃകത്തെയൊക്കെ അർത്ഥമാക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് അവിടെ ഒരുക്കി വച്ചിരിക്കുന്നത്. ഫഞ്ച പൈതൃക എന്ന് പറയുന്നത് ആ പ്രദേശത്തിൻ്റെ ഒരു പാരമ്പര്യം നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. എനിക്ക് തോന്നിയത് ചരിത്രപരമായ പ്രാധാന്യം വിളിച്ചോതുന്ന തരത്തിലേക്കുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുരാതന വസ്തുക്കൾ അവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് എന്നതാണ്. അതായത് പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഴയ കാലത്തെ എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്, പഴയ കാലത്തെ സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന പെട്ടി, കപ്പുകൾ, സോസറുകൾ, ജാറുകൾ, പണ്ടത്തെ ഫോട്ടോസുകൾ, കണ്ണാടി, അവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, ചെരുപ്പുകൾ, വസ്ത്രങ്ങൾ, പിന്നെ കൊട്ടകൾ, വട്ടികൾ, തൊപ്പികൾ, ഞാൻ എടുത്ത് പറയുന്നില്ല. അതായത് അത്രയ്ക്കും പഴയ കാലത്തുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ കണ്ടു. നിങ്ങൾ കണ്ടു നോക്കി നിങ്ങൾക്കത് മനസ്സിലാവും. എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ അറിയില്ല, എങ്കിലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയുകയാണ്. ഒരു 2 മുറികളിലായിട്ടാണ് അവരിങ്ങനെ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ പഴയ കാലത്തെ ടേപ്പ് റെക്കോർഡുകൾ, TV, പാട്ടുപെട്ടി, പിന്നെ ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ ആയിട്ടുള്ള ഉപകരണങ്ങൾ, വീട്ടിലെ ആഡംബര വസ്തുക്കൾ, അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. തോക്ക്, പാത്രങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന വാളുകൾ, പരിച, പഴയ മൊബൈല്, ഒരുപാട് മൊബൈലുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മളൊക്കെ ഫോൺ ഉപയോഗിച്ചിട്ട് ഒരെണ്ണം വാങ്ങിക്കുമ്പോൾ അത് പഴയത് കളഞ്ഞിട്ട് അടുത്തത് ഉപയോഗിക്കൂലേ. ഇത് എവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ച് വെച്ചെന്ന് എനിക്കറിയില്ല. എന്തൊക്കെ പറഞ്ഞാലും അതിശയം തോന്നിയിട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അവിടെ. പിന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്താ പറയുക, ഫോണുകൾ. അതായത് ഇതിപ്പം നമ്മുടെ കുഞ്ഞു മൊബൈൽ ഫോൺസ് അല്ലേ, മറ്റേത് ലാൻഡ് ഫോണുകൾ കുറേ ഉണ്ടായിരുന്നു. പല പല മോഡലുകൾ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ ഉണ്ട്. ശങ്കുരുക്കുട്ടനും പോയി കുറേ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ പക്ഷികളെയും മൃഗങ്ങളെയും അതുപോലെയുള്ള മറ്റ് കാര്യങ്ങളുമൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. ഇത് ഈ ഒരു റൂമിലെ വീഡിയോ മാത്രമാണ്. നമുക്ക് അതിശയം തോന്നുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. അതായത് പണ്ട് കാലത്തുള്ള കതക് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ജനൽ, ഇതൊക്കെയുണ്ട്. ഒരുപാട് വിശേഷങ്ങളായിരുന്നു പഞ്ച ഹെറിറ്റേജ് ഹൗസിൽ. എന്തായാലും നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ അവിടെ സ്റ്റേ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവിടെ താമസിക്കാനൊക്കെ പറ്റും. ഞങ്ങൾ പോയിട്ട് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ എല്ലാം കണ്ട് തിരിച്ചു വന്നു. ആ മുകളിലൊക്കെ ഇരിക്കുന്ന കണ്ടോ, പഴയ കാലത്തെ ടേപ്പ് റെക്കോർഡുകളൊക്കെയാണ് മുകളിലിരിക്കുന്നത്. പിന്നെ വെളിയിലേക്ക് നോക്കിയപ്പോൾ ഒരു മയിൽ, ആൺമയിലും പെൺമയിലും 2 കുഞ്ഞുങ്ങളും ഒക്കെ വെളിയിൽ കാണാൻ കഴിഞ്ഞു. പക്ഷെ ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട്
അങ്ങോട്ടൊന്നും ഇറങ്ങിപ്പോകാനൊന്നും പറ്റത്തില്ല. ഇവിടെ നിന്ന് നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. ഇത് ഞങ്ങളുടെ കൂടെ വന്ന ഫാമിലിയാണ്, ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ മയിലിനെയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ടീച്ചർ ഒത്തിരി ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. എന്തായാലും നമ്മളോട് ആരെങ്കിലുമൊക്കെ കൂടെ വരുമ്പോഴുള്ള സന്തോഷം അതൊന്ന് വേറെയാണല്ലേ. യാത്രകൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് നമ്മളോട് ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്കൊരുപാട് സന്തോഷം ഉണ്ടാക്കും. പ്രത്യേകിച്ച് അന്യനാട്ടിലൊക്കെ വരുമ്പോൾ ഈ ബോറടിയൊക്കെ ഒന്ന് മാറുന്നത് ശരിക്കും ഇങ്ങനെയുള്ള യാത്രകളിലൂടെയാണ്. ഇതിൻ്റെ നല്ലൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് പുരാതന വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന കാര്യങ്ങൾ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി അങ്ങനെ എടുത്തതാണ്. അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി ആയി പോകും. അതുമാത്രമല്ല, ഇത് മാത്രം കാണാനായിട്ട് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. ഞാൻ പറഞ്ഞില്ലയോ ഒരുപാട് സാധനങ്ങൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന്. എനിക്കിതൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. എനിക്ക് തോന്നുന്നതൊക്കെ പണ്ട് മുതലുള്ള ഓരോ ചായ ഒഴിക്കുന്നതും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലേ, എനിക്കങ്ങനെ തോന്നുന്നു. പിന്നെ ഈ അടിയിലോട്ടൊക്കെ ഇരിക്കുന്ന കണ്ടോ പഴയ കാലത്തുള്ള ഒരുപാട് ഐറ്റംസ്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഈ ടെലിഫോണിൻ്റെ കാര്യം നേരത്തെ. ഇതാണ് ആ ടെലിഫോൺ. പഴയ കാലത്തെ പല പല മോഡലുകളിലുള്ള ടെലിഫോൺസുകളാണ് അത്. കണ്ടില്ലേ, കാസറ്റുകൾ, ഇതുപോലെ കുറേ കാര്യങ്ങൾ. ശരിക്കും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല എന്താണെന്നൊന്നും കേട്ടോ. എന്തായാലും നിങ്ങൾ കാണുക. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് ആലോചിച്ച് വയ്ക്കുക. കണ്ടില്ലേ, അകത്തേക്കൊക്കെ അവർ വച്ചിരിക്കുകയാണ്. ഒരുപാട് ചെറിയ ചെറിയ ഐറ്റംസുകൾ പോലും അവിടെ സൂക്ഷിച്ച് വച്ചിരിക്കുന്നു. പിന്നെ രാജാക്കന്മാർ ഫോട്ടോ കണ്ടില്ലേ അവിടെ ഇരിക്കുന്നത്. പഴയ വാച്ചുകൾ, ആ കുഞ്ഞു വാച്ച് നല്ല ഭംഗിയുണ്ടല്ലേ. നമ്മൾ പഴയ സാധനങ്ങളൊക്കെ കളയും എടുത്ത് അല്ലേ, പക്ഷേ ഇവരൊക്കെ കണ്ടില്ലേ സൂക്ഷിച്ച് വച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പഴയ കാലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് കളയാതെ വെച്ചേക്ക് കേട്ടോ. നമുക്ക് പിന്നീട് നമ്മളുടെ പുരാതന കാലത്ത് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വയ്ക്കാം സൂക്ഷിച്ച്. ഞാൻ ചുമ്മാ പറയണ കേട്ടോ. പിന്നെ കണ്ടില്ലേ, ഇതൊക്കെ എന്താണാവോ? ഇതൊക്കെ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന ഓരോ സാധനങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. നിങ്ങൾ തന്നെ നോക്കിയിട്ടത് എന്താ വെച്ചാൽ മനസ്സിലാക്കിക്കോളൂ. എന്നെക്കാട്ടി കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ പറ്റും. ഞാനിത് നേരിട്ട് കണ്ടു, നിങ്ങൾ വീഡിയോയിലൂടെ കാണുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. കണ്ടില്ലേ ഒരുപാട് പഴയ കാലത്ത് മാലകളൊക്കെയോ. ഇതെന്തോ ഇത് മാലയല്ല, അത് ഒളിപ്പോരിനെ യുദ്ധത്തിന് നടത്തിയിരുന്ന സാധനങ്ങളൊക്കെ അരപ്പട്ടയൊക്കെയാണെന്ന് തോന്നുന്നില്ലേ. പിന്നെ ഞാൻ വെറുതെ പറഞ്ഞ മാലയെന്നൊക്കെ കേട്ടോ. പിന്നെ മോതിരങ്ങൾ എന്തുമാത്രം മോതിരങ്ങളാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നല്ല വിലയോ അതിനൊക്കെ കേട്ടോ. എന്തായാലും ഇതേ ടൈപ്പ് മോതിരങ്ങളൊക്കെ നെസ്റ്റോയിലൊക്കെ ഉണ്ട്, പക്ഷെ നല്ല വിലയുണ്ട്. പിന്നെ ഒരു ജീവനോടെ തോന്നുന്ന തരത്തിൽ ഒരു മൃഗത്തിൻ്റെ തോൽ അവിടെ ഇരിക്കുന്നത് കണ്ടായിരുന്നോ? അത് കഴിഞ്ഞു പോയി. ശങ്കരക്കൂട്ടം തകർത്ത് ഇങ്ങനെ വീഡിയോ എടുപ്പും നടപ്പും കാണലും ഒക്കെ തന്നെയായിരുന്നു അവനും. ഇതൊക്കെ പുതിയ കാര്യങ്ങളല്ലേ, ഇതൊക്കെ നമ്മളെപ്പോലെ തന്നെയാണല്ലോ, നമ്മളെക്കാട്ടിയാണല്ലോ കുഞ്ഞു മക്കൾക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്തൊക്കെയാണെന്ന് ആലോചിക്കുക. കൂടുതലൊന്നും ചിന്തിക്കാനുള്ള പ്രായമായിട്ടില്ലല്ലോ. നമുക്കിതൊക്കെ കാണുമ്പോൾ നമ്മൾ പണ്ട് പഠിച്ച ചരിത്രമൊക്കെ ഓർമ്മ വരും. പണ്ടത്തെ കഥകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് അറിയാവുന്നത് കൊണ്ട് നമ്മളത് ആ സെൻസിലെടുക്കും. പക്ഷെ കുട്ടികൾക്ക് അത്രയും ചിന്തിക്കാറായില്ലല്ലോ. അതുകൊണ്ട് അവർക്കത് ഒരു പുതുമയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടാറ്റാ.